കഴിഞ്ഞ 27 വർഷത്തെ യാത്രയിൽ ഓർമ്മയിൽ മായാതെ എന്നും ഓർമ്മയിൽ നിലനിൽക്കുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളും വളരെ പ്രതിസന്ധിയോടെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ കൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷനാണ്. അതിൽ ആദ്യം മുതൽ ഓപ്പറേറ്റ് ചെയ്ത ആ സമയം മുതൽ ഞാൻ മാത്രമായിരുന്നു ടൂർ ലീഡറായിട്ട് പോയിരുന്നത്. അപ്പോൾ 13-14 ആ വർഷത്തിലെ 2013-2014 വർഷത്തിലെ എനിക്ക് അവിടെ ഒരു ടൂർ ലീഡറെ, അതായത് അവിടുത്തെ ലോക്കൽ ടൂർ ലീഡറെ കിട്ടി, ടൂർ ഗൈഡ്. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ മേസൺ എന്നായിരുന്നു. സൗത്ത് ആഫ്രിക്ക. നല്ല വെയ്റ്റും നല്ല ഹൈറ്റും, ഒരു 100-110 കിലോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വെയിറ്റ് തന്നെ. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ, നടക്കാൻ പോലും ശരിക്ക് പറ്റാത്ത ഒരാളാണല്ലോ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഓരോ ടൂറുകൾ കഴിയുമ്പോഴും ആ ടൂറിലുള്ള എല്ലാ മെമ്പേഴ്സും എയർപോർട്ടിൽ വെച്ച് പിരിയുന്ന സമയത്ത് ഈ ജോൺ മേസൺ എന്ന വ്യക്തിയെ പിരിയുന്നതിലുള്ള വിഷമം അവർ പ്രകടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. കാരണം പുള്ളിക്ക് കിട്ടുന്ന വരുമാനം, ഒരു ടൂർ ലീഡർക്ക് കിട്ടുന്ന വരുമാനം അതേപോലെ തന്നെ അതിൻ്റെ 80% ഈ പാസഞ്ചേഴ്സ്ക്ക് തന്നെ കൊടുക്കുകയാണ്. അതവർക്ക് ഇടയ്ക്കിടയ്ക്ക് മിഠായി വാങ്ങിക്കൊടുക്കുന്നു, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, ഓരോ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി വളരെ വളരെ ഒരു അദ്ദേഹത്തിന് വൈഫില്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്തോ വലിയൊരു ബോണ്ടുണ്ടായി. അപ്പോൾ ഓരോ ദിവസത്തെയും ടൂറ് എല്ലാം കഴിഞ്ഞ് എല്ലാ പാസഞ്ചേഴ്സിന് ഡിന്നറെല്ലാം കഴിഞ്ഞ് അവരെ ഹോട്ടലിൽ വന്ന് അവരെല്ലാവരും ബൈ ബൈ ഗുഡ് നൈറ്റ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് കാറുണ്ട്. ആ കാറിൽ എന്നെയും കൂട്ടി എവിടേക്കെങ്കിലുമൊക്കെ പോകും. ചിലപ്പോൾ ഒരു ബീച്ചിലായിരിക്കും. എന്നിട്ട് കുറേ നേരം വർത്തമാനം പറയും. ഞാൻ പറയുന്നതൊക്കെ അദ്ദേഹത്തിനോട് വെയിറ്റ് കുറയ്ക്കുക, അങ്ങനെ ചെയ്യേ എന്നൊക്കെയാണ് പറയാറ്. പിന്നെ ഞങ്ങൾ ചിലപ്പോൾ ഷോപ്പിങ്ങിന് പോകും, ചിലപ്പോൾ വെറുതെ ഡ്രൈവ് ചെയ്യും. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഡെസ്റ്റിനേഷനിലേക്ക് പോയി എങ്കിലും ഇതുവരെയും ഇങ്ങനെ ഒരു ടൂർ കഴിഞ്ഞ് എൻ്റെ റൂമിൽ വന്ന് ഉറങ്ങുക എന്നല്ലാതെ വേറൊരു എക്സ്ട്രാ ഉണ്ടായിരുന്നില്ല. ബട്ട് വിത്ത് ജോൺ മേസൺ ഇറ്റ്സ് ചേഞ്ച്ഡ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുക എന്നത് എന്നെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനെ കാണുക, അതും കൂടി എനിക്ക് എൻ്റെ ഒരു അങ്ങനെയാണ് ഈ സൗത്ത് ആഫ്രിക്കയോടൊരു ഇഷ്ടം കൂടിയത്. ഒരിക്കൽ ഒരു പർട്ടിക്കുലർ ടൂറിൽ, അപ്പോൾ അന്നത്തെ ടൂറ് കേപ്പ് ടൗണിൽ നിന്ന് തുടങ്ങി ജോഹന്നാസ്ബർഗിൽ അവസാനിക്കുകയാണ്. അപ്പോൾ കേപ്പ് ടൗണിലേക്ക് ഞങ്ങൾ എത്തി. അദ്ദേഹം എയർപോർട്ടിൽ വന്നു, റിസീവ് ചെയ്തു. അതിനകത്ത് 2 ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 ബാച്ചിലേഴ്സ് കൂടിയിട്ടാണ് റൂം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അന്ന് രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് എല്ലാവരും ബൈ ബൈ പറഞ്ഞ് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് 6 മണിക്ക് ആ 2 ബാച്ചിലേഴ്സിൽ ഒരാൾ എൻ്റെ റൂമിലേക്ക് വരുന്നു. റൂം ലോക്ക് ചെയ്യുന്നു, എന്നെ നോക്ക് ചെയ്യുന്നു. ഞാൻ വാതിൽ തുറന്നപ്പോൾ പുള്ളി പറഞ്ഞു, സോമൻ ചേട്ടാ, എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് ഇന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് തരണം. അതെന്ത് പറ്റി? അല്ല, എനിക്ക് പോകണം, എനിക്ക് നാട്ടിൽ പോയേ പറ്റൂ, എനിക്ക് ടൂർ വേണ്ട. പക്ഷെ ഇപ്പം നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ ടൂറ്. നമ്മളിപ്പോൾ നമ്മളൊരു കാഴ്ച പോലും കണ്ടിട്ടില്ല, ഒരു സൈറ്റ് സീയിങ് പോലും കണ്ടിട്ടില്ല, പിന്നെ എന്തിനാ പോകുന്നത്? അയ്യോ, എനിക്ക് പോകാം. അപ്പോൾ പുള്ളിയുടെ മുഖത്ത് അപ്പം ഞാൻ ആദ്യം കരുതി ഒന്നുകിൽ പുള്ളിയുടെ വീട്ടിലെന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് എൻ്റെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പക്ഷെ ഞാൻ ഇൻസിസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും അങ്ങനെ ടൂറ് വന്ന് അത് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല, എത്ര എക്സ്പെൻസീവ് ടൂറല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ
പറഞ്ഞു എൻ്റെ കൈ പിടിച്ചേച്ച് എൻ്റെ റൂമിലേക്കൊന്ന് വാ എന്ന് പറഞ്ഞ് എന്നെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ റൂമിൽ കൊണ്ടുപോയിട്ട് പുള്ളിയുടെ വാതിൽ തുറന്നപ്പോൾ ഞാൻ കാണുന്നത് പുള്ളിയുടെ റൂംമേറ്റ് അവിടെ ഈ താഴെ ഒരു 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 ആ കാർപ്പറ്റിൽ കംപ്ലീറ്റ് നെയ്ക്കഡായിട്ട് കിടക്കുകയാണ്. പറഞ്ഞു ഓക്കെ. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചോ മരിച്ചോ എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. കാരണം അങ്ങനെ കമഴ്ന്നടിച്ച് കിടക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പുള്ളി അപ്പം ഞാൻ ചോദിച്ചു അയ്യോ എന്തെങ്കിലും സംഭവിച്ചു? പുള്ളി കൈകൊണ്ട് കാണിച്ചു ഇങ്ങനെയൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞു സാർ ഇത് നോക്കി. എന്നിട്ട് ഈ ടേബിളിലേക്ക് നോക്കുമ്പോൾ പുള്ളി പറഞ്ഞു നോക്കി ഈ ഫുൾ ബോട്ടിൽ ഒരു ബോട്ടിൽ വിസ്കി ആ ബോട്ടിൽ കാലിയാണ്, മറ്റേ ബോട്ടിൽ 50 പകുതിയാണ്. പറഞ്ഞു ഈ 1.5 ബോട്ടിൽ ഇന്നലെ കഴിച്ചതാണ് സർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയാകുമല്ലോ എന്ന് കരുതി എനിക്ക് നിങ്ങൾ റീഫണ്ട് തരേണ്ട ഒന്നും വേണ്ട, എനിക്കൊരു ടിക്കറ്റ് എടുത്തു തന്നത്. ഞാൻ പറഞ്ഞു വഴി ഉണ്ടാക്കാം, ഡോൺ വറി. ഉടനെ ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി ഞാൻ ജോൺ മാസനെ വിളിക്കുകയാണ്. അപ്പോൾ ജോൺ ഞാൻ പറഞ്ഞു ഒന്ന് വേഗം വരണം. ഞാൻ 8 മണിക്ക് വന്നാൽ പോരാ, ഇപ്പോൾ വരണം, സംതിങ് അർജൻറ്റാണ്. അങ്ങനെ അത് പറഞ്ഞ ഉടനെ അദ്ദേഹം ഒരു ഷർട്ടും എടുത്തിട്ട് ഒരു ചെരുപ്പ് ഇട്ട് പല്ല് പോലും തയ്ക്കാതെ വരികയാണ്. ദാറ്റ് ടൈം അറൗണ്ട് 6:30. അപ്പം ഞാൻ അദ്ദേഹത്തിന് കാത്തു നിന്നിരുന്നു. താഴെ പുള്ളി കാർ പാർക്ക് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വന്നു. പോകുന്ന വഴിക്ക് ഞാൻ ഉള്ളിടത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ലിഫ്റ്റിൽ വെച്ച്. അങ്ങനെ ഇവിടെ ഈ പർട്ടിക്കുലർ റൂമിൽ കയറി ഒരു വാതിൽ തുറന്ന് അപ്പോൾ പുള്ളി കാര്യങ്ങളൊക്കെ കണ്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സോമൻ യു ഡോണ്ട് വറി, യു ടേക്ക് കെയർ. മറ്റേ ആളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ കുളിച്ചിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പൊക്കോളൂ, എന്നിട്ട് താഴെ പോയിരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ റൂമിലേക്കും അദ്ദേഹം കുളിക്കാനും പോയി. ആൻഡ് ഹി സ്റ്റുഡ് ഒരു കസേരയിൽ ഇങ്ങനെ ഇരുന്നു. പിന്നീട് 8:30 മണിക്കാണ് ഞങ്ങൾ ടൂറിനായിട്ട് പുറപ്പെടുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ആ ബസ്സിൻ്റെ ഏറ്റവും ബാക്ക് സീറ്റിൽ ഈ പുള്ളിക്കാരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അവിടെ ഇരിക്കുന്നുണ്ട്, ഉറങ്ങുകയാണ്. അതിൻ്റെ തൊട്ട് ജോൺ മാസനുണ്ട്. ഞങ്ങളുടെ ടൂർ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പുള്ളി അവിടെ വീഴാതിരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും പുള്ളി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പുള്ളി അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ വന്ന് ടൂറിനെ കുറിച്ചിട്ടും അവിടുത്തെ കാര്യങ്ങൾ സൈറ്റ് സീനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു. അറൗണ്ട് 10:30, 10:45, 11 ആകുമ്പോഴാണ് ഈ പുള്ളി എഴുന്നേക്കുന്നത്. ഐ മീൻ ഉണരുന്നത്. കാരണം 1.5 ബോട്ടിൽ വിസ്കി അല്ലേ കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം താഴത്തേക്ക് അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് കയ്യിലൊരു ബാഗുണ്ട്, അത് ബ്രേക്ക്ഫാസ്റ്റാണ്. ആ ബ്രേക്ക്ഫാസ്റ്റ് പുള്ളിക്ക് കൊടുക്കുന്നു, ഫീഡ് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത 9 ദിവസം 8 നൈറ്റ് ഈ ജോൺ മാസൻ ഒരു റൂമെടുത്ത് ഈ പുള്ളിയെ അദ്ദേഹത്തിൻ്റെ കൂടെ അവർ 2 പേരുമായിട്ട് പിന്നെ താമസിച്ച്, ഈ നാട്ടിലേക്ക് പോകുന്നെന്ന് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ള ആൾ ഒറ്റയ്ക്ക് റൂം ആയിട്ട് ബാക്കിയുള്ള ഇത് മുഴുവനും ആ ടൂറ് ഈ കേപ്പ് ടൗൺ മുതൽ ജോഹന്നാസ്ബർഗ് വരെ ഇദ്ദേഹത്തിന് ടേക്ക് കെയർ ചെയ്യുകയാണ്, ഒരു കുഴപ്പമില്ലാതെ. അപ്പോൾ യു ക്യാൻ ഇമാജിൻ അതെങ്ങനെയാണ് അദ്ദേഹം അതിന് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടാവുക, എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും എന്ന് നോക്കൂ. അപ്പം എനിക്ക് ആലോചിച്ചിട്ട് ഒരാൾക്കൊരു ഉത്തരം കിട്ടുന്നില്ല അതെങ്ങനെയായിരിക്കും എന്നുള്ളത്. ബട്ട് ഹി ഹാസ് ടേക്കൻ കെയർ ഓഫ് ഹിം ലൈക്ക് എ ബേബി. ഒരു 2 വയസ്സായ കുട്ടി അല്ലെങ്കിൽ ഒരു 5 വയസ്സായ ഒരു കുട്ടിയെ ഒരു ഫാദർ എങ്ങനെ ടേക്ക് കെയർ ചെയ്യും? ഒരു പരിചയമില്ലാത്ത ഒരു ഇന്ത്യക്കാരനാണ്, അദ്ദേഹം ഒരു ആഫ്രിക്കൻസാണ്, ആൻഡ് ഈസ് എ വൈറ്റ്. അത് നോക്കണം. ഐ മീൻ നമ്മളെല്ലാവരും ഒരു ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ്. ഐ സോ ഹിം ഈസ് എ വൺ ഓഫ് മൈ ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ് വെർ ഐ മെറ്റ്. അദ്ദേഹം പിന്നീട് ഇടയ്ക്കൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ പുള്ളിയോട് ചോദിക്കും കാണാറുണ്ടോ, എങ്ങനെയുണ്ട് എന്നൊക്കെ.
പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ കോവിഡ് പാൻഡമിക് വന്നു. അപ്പോൾ നമുക്കറിയാലോ, ടൂറുകളൊന്നും നടന്നില്ല. 2 വർഷം കംപ്ലീറ്റ്ലി എല്ലാം സ്റ്റില്ലായി, എസ്പെഷ്യലി ടൂറിസം. ആ സമയത്ത് ഈ 2021 ജോൺ മേസനെ കോവിഡ് ബാധിച്ചു. ഒറ്റയ്ക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഐ ഡോണ്ട് നോ ഹൗ വാട്ട് ഹാപ്പൻ, ആരാണ് അദ്ദേഹത്തെ നോക്കിയത്, ഒന്നും അറിയില്ല. ബട്ട് ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പ് മെസ്സേജിലൂടെ ഞാൻ ചാറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഒരു മെസ്സേജ് അതിൽ കിട്ടി. ഐ നോ ദറ്റ് യു ആർ മിസ്റ്റർ മേസൺസ് ഫ്രണ്ട്, ഈസ് നോ മോർ, ആൻഡ് ടുഡേ മോർണിംഗ് വാസ് ഹിസ് ഫ്യൂണറൽ. അത് കേട്ടതിന് ശേഷം എനിക്ക് കുറേ ദിവസത്തേക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒന്നിലും ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓഫ് കോഴ്സ് കോവിഡ് ടൈം ആയിരുന്നല്ലോ. പിന്നീടുണ്ടായത്, വെൻ എവറിഥിങ് ഈസ് ഓവർ, tourism is reopened, the COVID pandemic is over, and the tours started. Even South Africa we started operating. But എനിക്ക് അതുവരെ ഒരു കുഴപ്പമില്ലാതെ എല്ലാ ടൂറിലും ആവശ്യത്തോടു കൂടിയിട്ട് പോകുന്ന എനിക്ക് അങ്ങോട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. കാരണം ഹൗ ഐ വിസിറ്റ് സൗത്ത് ആഫ്രിക്ക വിതൗട്ട് ജോൺ മേസൺ? അത് എന്നെ ഇപ്പോഴും അത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്ര രാജ്യങ്ങളിലേക്ക് പോയി, ഞാൻ എത്ര ലോക്കൽ ടൂർ ഗൈഡ്സായിട്ട് ടൂർ ചെയ്തു. ഐ ഡോണ്ട് നോ ദ നമ്പർ. ഈസ് ഇറ്റ് 1000 or 2000? I have no idea. But there was only one John Mason. I miss him. ഇത് എൻ്റെ മനസ്സിലെ ഒരു സ്വകാര്യ ദുഃഖമാണ്.